90ാം ജന്മവാർഷികം ആചരിക്കുമ്പോൾ ഒരു 90 വയസ്സുകാരൻ ആ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് റമ്പാച്ചൻ ചിന്തിച്ചു. അങ്ങനെയുള്ള ഒരാളിനെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കുറിച്ചിയിൽ കൊണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ഇടയായിട്ടുള്ളത്. ഇവിടെ വായിച്ചു കേട്ടപ്പോൾ ദേവരായുടെ ശതോത്തര ജൂബിലിയാണ് എന്ന് കേട്ടപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യം മുതൽ ഈ ദേവ സഭയുടേതായി നിരത്തിക്കൊണ്ട് ഈ 150 വർഷമാണെന്നുള്ളൊരു ധ്വനി ഉണ്ടായിട്ടുള്ളൊരു തെറ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചരിത്രം നമ്മൾ അത് തിരുത്തി പാലിക്കേണ്ടതാണ്. ബാബ തിരുമേനി ഒന്ന് സൂചിപ്പിച്ചു. കുറിച്ച് വട്ടക്കുന്നേൽ ബാബയുടെ കാലത്താണ് 35 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇത് സഭയുടേതായി തീർത്തിട്ടുള്ളത് എന്നുള്ള വസ്തുത ഇവിടെ നാം ഓർക്കേണ്ടതാണ്. ഏത് ജൂബിലി ആഘോഷിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷേ വട്ടക്കുന്നേലെ ബാബയെ ഓർക്കാതെ വള്ളിക്കാട്ട് നേതായെ കുറിച്ച് ആധുനിക കാലത്തെ കുറിച്ചെന്നല്ല, അതിൻ്റെ ചരിത്രത്തെ കുറിച്ച് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അതിലേറെ പ്രയാസങ്ങൾ അദ്ദേഹം വഹിച്ചതും ധനപരമായി അതിനുവേണ്ടി ചെലവിട്ടതും എല്ലാം നേരിട്ട് എനിക്കറിയാവുന്നതാണ്. അതിന് മുമ്പുള്ള കാതോലിക്കമാർ ആരും തന്നെ ഇവിടെ എത്തുമായിരുന്നില്ല എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. മറ്റുള്ളവരോട് കൂടി ഞാൻ താമസിച്ചിട്ടുള്ളതും അവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ളതുമാണ്. ഇപ്പം അതുകൊണ്ട് സഭയ്ക്ക് ഇത് സഭയുടേതായി തീർന്നിട്ടുള്ളത് വട്ടക്കുന്നേൽ ബാബായുടെ ആ ഒരു വലിയ ദീർഘദൃഷ്ടിയോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കൃതജ്ഞതയോടെ സഭ മുഴുവനും അധിക കൃതജ്ഞതയോടെ അദ്ദേഹത്തെ സ്മരിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ പിതാവിലേക്ക് കടക്കട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സമയം വളരെ ക്ലിപ്തമാണ്. ഞാൻ ആ സമയത്തുള്ളിൽ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം. 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സംഭാവന അഥവാ അദ്ദേഹത്തിൽ നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് വാഗത്താനത്ത് വിദ്യാലയങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് സെക്യുലർ എഡ്യൂക്കേഷൻ പരിമിതമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പിന്നീട് മൽപ്പാന്മാരുടെ കൂടെ പഠിച്ച് കളപ്പിക്കത്തിലായിരുന്നാലും അത് കഴിഞ്ഞ് പട്ടുശേഖരത്തിനുമേ ഈ കോനാട്ട് മൽപ്പാൻ ഈ വലിയ മൽപ്പാന്മാരുടെ കീഴിൽ അധ്യയനം നടത്തി അദ്ദേഹം ഇക്കാര്യത്തിലുള്ള പരിജ്ഞാനം ആർജിച്ചു. മാത്രമല്ല പരിമലത്തിനുമേയുമായിട്ടും അദ്ദേഹത്തിന് അടുപ്പവും ബന്ധവും വന്നിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗുരുക്കന്മാരിൽ നിന്ന് ഒട്ടേറെ സമാപനമായ കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ സഭാപിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം 16ാമത്തെ വയസ്സിൽ ഷമ്മാശനായി, 26ാമത്തെ വയസ്സിൽ ഖശീശ ആയി. ഖശീശ ആയി അദ്ദേഹം കുർബാന ചൊല്ലിയിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ റംബാനായിട്ടാണ് അദ്ദേഹം കുർബാന അനുഷ്ഠിച്ചത്. അടുത്ത ആഴ്ച ഉടൻ തന്നെ അദ്ദേഹം റംബാനും ആവുകയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഖശീശ ആയി മാത്രം അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് കുർബാന ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മെത്രാപ്പോലിത്ത 44ാമത്തെ വയസ്സിൽ, 55ാമത്തെ വയസ്സിൽ അദ്ദേഹം കാതോലിക്ക ആയി. 58ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടാൽ ഒരു പഴുവൃദ്ധനായിരിക്കുന്ന ഒരാളെന്ന് തോന്നും. 58 വയസ്സ് മാത്രമുള്ള ഷഷ്ടത്തെ കുറിച്ച് പോലും ആകാത്ത ഒരു കൊച്ചു മെത്രാച്ചനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. ഞാനിവിടെ 17 വർഷങ്ങൾക്ക് മുമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ശാരീരിക ബന്ധമുണ്ട് എന്ന്.
എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കോന്നിക്കാൻ ഈ ജമാഅത്ത് അച്ഛന് എങ്ങനെ അദ്ദേഹവുമായി ശാരീരിക ബന്ധമുണ്ടാകും എന്ന്, അതെന്താണെന്നുള്ളത് പലരും ജിജ്ഞാസയോട് കാത്തിരുന്നു. അദ്ദേഹത്തെ അപ്പൻഡിസൈറ്റിസിന് നെയ്യൂർ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ സോമർവല്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വെല്ലൂർ ആശുപത്രിയിൽ വെച്ച് ആ ഡോക്ടർ സോമർവൽ എന്നെയും ഓപ്പറേഷൻ ചെയ്തു. ഇതാ ഞങ്ങൾ ശാരീരികമായി ഉള്ള ബന്ധം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ നാം അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 58 വയസ്സ് വരെ സത്യത്തെ പോലും ആകുന്നതിന് മുമ്പ് ഏതാണ്ട് 18 വർഷക്കാലം കളവിൽ മെത്രാപ്പോലീത്തായുടെ അത്താനാസിസ് മെത്രാപ്പോലീത്തായുടെ സെക്രട്ടറി ആയിരുന്ന് മലങ്കരം മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ ഇന്ന് വാഗത്താനത്തെ ബാബ ആയിട്ട് മാത്രം അദ്ദേഹം ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് മലങ്കര സഭയിലെ എല്ലാ ജനങ്ങളുമായിട്ട് അക്കാലത്തെ ബന്ധം പുലർത്തുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അധികം പേര് ഓർക്കുന്നില്ല. ആലുവ തൃക്കുന്നത്ത് സെമിനാരി വിവാദഭൂമിയായിരിക്കുന്ന ആ സ്ഥലം, അവിടെ അരമന ഉണ്ടാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഇദ്ദേഹമായിരുന്നു. എങ്ങനെ കളകിൽ മെത്രാച്ചൻ ദൈവത്തിൻ്റെ ഗുരുവായിരിക്കുന്ന അദ്ദേഹം കല്ലിട്ടു. ഇതിനുവേണ്ടി പണപ്പിരിവ് നടത്തുവാൻ ഈ റബ്ബാച്ചനെയാണ് നിയോഗിച്ചത്. അദ്ദേഹം അവിടെ മുതൽ ഇവിടെ വരെ എല്ലാ സ്ഥലത്തും പോയി സംഭരിച്ച് ആ അരമന തീർത്തു. അതുകൊണ്ട് കളവിൽ തിരുമേനി കാലം ചെയ്തപ്പോൾ വിൽപത്രത്തിൽ എഴുതി വെച്ചു, എന്റെ കാലശേഷം ഇവിടുത്തെ മാനേജരായിരിക്കണം എന്ന്. അത്രമാത്രം അദ്ദേഹത്തോട് താല്പര്യവും ആ അരമന സ്ഥാപിച്ചതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ പങ്കിനെ പറ്റിയുള്ള കൃതജ്ഞതയും തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് എത്ര പേർ ഓർക്കുന്നുണ്ട് ആലുവായിലെ തൃക്കുന്നത്ത് സെമിനാരി ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ആർക്കാ അറിയാവുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം പഠിക്കണം എന്നുള്ളത്. സെമിനാരി വിദ്യാർത്ഥികളും കൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ അവിടെ അദ്ദേഹം തന്നെ ഗുരുഭൂതൻ കാലം ചെയ്തപ്പോൾ പിന്നെ അരമനയിൽ ആലുവായി കഴിയുന്നതിന് അർത്ഥമില്ല എന്ന് കണ്ടിട്ടാണ് വാഗത്താനത്തേക്ക് വന്ന് അന്ത്യകാലം ഇവിടെ കഴിക്കുവാൻ ഇടയായത്. ഏറെക്കാലം അലട്ടിക്കൊണ്ടിരുന്ന വയറുവേദന, അപ്പൻഡിസൈറ്റിസ്, അത് ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. നെയ്യൂര അന്നത്തെ ആശുപത്രി വലിയ CMS ആശുപത്രി. ഡോക്ടർ സോമരൊരു യുവാവ് സമർത്ഥൻ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം ചെയ്തതാ, വിജയമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ കാലം ചെയ്തു. ഒരു ഞായറാഴ്ച, ആ ഞായറാഴ്ച കാലം ചെയ്ത് ഇന്ന് ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് വരുന്നത്. അവിടെ നിന്ന് പിന്നെ മൃതശരീരമാണ് തിരുവനന്തപുരത്തും പിന്നെ നാട്ടിലേക്കും കൊണ്ടുവന്ന് സംസ്കരിച്ചത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവരേഖയെ പറ്റി എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. 2 കാര്യങ്ങളല്ലയോ പറയാമെന്ന് പറഞ്ഞത് അല്ലേ? രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതാണ്. പഠിക്കുവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ആധ്യാത്മികതയാണ്, ജീവിതത്തിൻ്റെ നിഷ്ഠയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു 12ാം സങ്കീർത്തനത്തിൽ, യഹോവയെ രക്ഷിക്കണമേ, പിന്നെന്താ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഇത് അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ സമൂഹത്തിന്റെ ദുസ്ഥിതിയെ ഓർത്ത് സങ്കീർത്തനക്കാരൻ രചിച്ചതാണ്. എന്നാൽ ഇന്ന് അതേറെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭുരന്തരന്മാരുണ്ട്, സമ്പന്ന മേധാവികളുണ്ട്, മറ്റെത്രയോ മറ്റ് സ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ ഭക്തന്മാര് അതില്ലാതെ പോകുന്നു. അതാണ് നമ്മുടെ കുഴപ്പം. അതുകൊണ്ട് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ള ആ രോദനം പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ആധ്യാത്മികതയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഉയർന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്നു കുറിച്ചിയിലെ ബാബ, അദ്ദേഹത്തിന്റെ ജൂനിയറാണ്. ഇദ്ദേഹം ഉത്തരകുമാരൻ എഴുതിയപ്പോൾ
കുറിച്ചിലെ ബാബ പുന്നൂസി അമ്മാച്ചനെ കുർബാനയ്ക്ക് കൂടിയത് ഇദ്ദേഹം പുത്ര കുർബാന വേണ്ടിയപ്പോൾ അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ആ കുറിച്ചിലെ ബാബായെ പറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പാർക്കുവാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പറ്റി ഒക്കെ കേട്ടിട്ടുമുണ്ട്. മാത്രമല്ല എൻ്റെ ഭാര്യാപിതാവ് ആലക്കപ്പറമ്പിലെ അച്ഛൻ എന്നോട് പലപ്പോഴും വാഗത്താനത്തെ ബാബായുടെ ആ ആത്മീയതയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയെപ്പറ്റിയും സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഓർക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള പിതാക്കന്മാർ നമുക്ക് ഉണ്ടാകണം. എന്ത് പ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും ആധ്യാത്മികത പുലർത്തുന്നവരും ആത്മീയ ചൈതന്യം അത് ഉയർത്തിപ്പിടിക്കുന്നവരുമായിട്ടുള്ള പിതാക്കന്മാർ, അത് നമുക്ക് മാതൃകയാണ് ഈ പിതാവ്. രണ്ടാമത് അദ്ദേഹത്തിന് പഠിക്കുവാനായിട്ടുള്ളത് വിനയം എന്നുള്ളതാണ്. ഇത് തീരെ ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ സ്ഥാനം എനിക്ക് കിട്ടണം, എനിക്കത് ലഭിക്കണം എന്നുള്ള ചിന്തയാണ്. കാതോലിക്ക ആക്കുവാനായിട്ട് ആരെയാ വേണ്ടത് എന്ന് ഉദ്ദേശിച്ച് വട്ടശ്ശേരിയിൽ മേൽ പലരോടും ചോദിച്ചു. അവരൊക്കെ ഒഴിഞ്ഞു മാറി. അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്കത് സ്ഥാനം വേണ്ട. കുറിച്ചിലെ ബാബാവിന് ചോദിച്ചു. അദ്ദേഹം അത് എന്നെക്കാൾ സീനിയറാണ്. അദ്ദേഹം അത് എനിക്ക് വേണ്ട. അന്നത്തെ അവസ്ഥയും ഇന്നത്തെ ഞാൻ ഒന്നും പറയുന്നില്ല. പോകട്ടെ, അന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒഴിഞ്ഞു മാറിയപ്പോൾ രണ്ടുപേർക്കും വേണ്ട ആ സ്ഥാനം. അവർക്ക് ആ സ്ഥാനമോഹികൾ അല്ലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പിന്നെ നറുക്കിട്ടായി എടുത്തത് കുറിച്ചിലെ ബാബായെയും ഇദ്ദേഹത്തെയും കാതോലിക്കായിരുന്നതിന് നറുക്കിട്ട് ഇദ്ദേഹത്തിന് വീണത് കൊണ്ടാണ്. എന്നിട്ടും വൈമനസ്യത്തോടെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന, അതിനുവേണ്ടി കുതന്ത്രങ്ങളും അതിനുവേണ്ടി സാഹസികമായ സംരംഭങ്ങളും നീക്കുന്ന തരത്തിലുള്ള വ്യക്തി അല്ലായിരുന്നു. അതാ ഭൗതിക ഭാവിക്കേണ്ടതിൽ മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ വിനയത്തിൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഇവിടെ നമുക്ക് വരായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ ഓർക്കുന്നു. Humility is a great virtue which is difficult to cultivate and practice. ഇത് ഉളവാക്കുവാനും നിലനിർത്തുവാനും പ്രയാസമുള്ള ഒരു വലിയ ഒരു സ്വഭാവം, ഒരു സുഹൃതമാണ് വിനയം എന്നുള്ളത്. അത് ഈ പിതാവിൽ ഏറ്റവും അധികമായിട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ഭക്തിയുള്ള നിഷ്ഠ സ്വയം പ്രകടിപ്പിക്കുവാനോ സ്വയം ഉയർത്തുവാനോ താല്പര്യമില്ലാതെ വിനയത്തിൻ്റെ മാർഗത്തിൽ ചലിക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പറഞ്ഞിട്ടുണ്ട് 20 മിനിറ്റെന്ന്. എനിക്കത് അതിൻ്റെ ഞാൻ എത്ര വേണമെങ്കിലും ഇരിക്കാൻ സമയമില്ല, അത് ചുരുക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. കേവലം കുർബാനയിൽ ചൊല്ലി ആഘോഷങ്ങളും അനുഷ്ഠിച്ച് നമസ്കാരങ്ങളൊക്കെ നടത്തി പള്ളിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം. ദേശത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദർശനത്തോടെ ഉത്സാഹിച്ച ആളാണ്. വാഗത്താനത്ത് എങ്ങനെയാ പോസ്റ്റ് ഓഫീസ് ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലാണ്. ഇവിടെ വന്നെത്തുവാൻ വഴി മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. റോഡുകൾ പലതും അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൻ്റെയും നേതൃത്വത്തിലും ഉണ്ടായി. വിദ്യാലയങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് 4ാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തേണ്ടി വന്നത്. എന്നാൽ ഇവിടെ എത്രയോ സ്കൂളുകൾ, 3-4 സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. മാത്രമല്ല പുതിയ പള്ളികൾ, കുഴിമറ്റം പള്ളി അതിൽപ്പെടുന്ന ഒന്നാണ്. പള്ളം മറ്റേ സെഹിയോൻ പള്ളി, ഇങ്ങനെ എത്രയോ പള്ളികൾ സ്ഥാപിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരാധനയിലും കൂതാശയിലും മാത്രം ഒതുങ്ങി പ്രാർത്ഥനാനിരതനായി മാത്രം കഴിഞ്ഞൊരു വ്യക്തിയല്ല. സമൂഹത്തിൻ്റെ ചലനങ്ങളെ മനസ്സിലാക്കുകയും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ എന്തെന്ന്
മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഒരു നേതാവ് എന്ന നിലയിൽ, സമൂഹത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ അവർക്ക് നേതൃത്വം നൽകി നയിക്കുകയും ചെയ്ത ഒരു വലിയ പുണ്യ പിതാവാണ് അദ്ദേഹം. ആ പിതാവിൻ്റെ 90-ാം ചരമവാർഷികം നമുക്കേവർക്കും പ്രചോദനം നൽകുന്നതാണ്. ഇന്ന് ലൗകികത്വത്തിൻ്റെ, ഭൗതികത്വത്തിൻ്റെ ആ ഒരു വലിയ അതിപ്രസരം നമ്മളെല്ലാം ബാധിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ പ്രാർത്ഥനയില്ല, അവിടെ മറ്റെല്ലാം ഉണ്ട്, ആധുനികമായ എല്ലാ സാമഗ്രികളും ഉണ്ട്. ഇല്ലാത്തതെന്താ? ആത്മീയത, പ്രാർത്ഥനയില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആധ്യാത്മികമായി മുന്നിട്ട് നിന്ന ഒരു പിതാവിനെ നാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പകർത്തുവാൻ, അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേരണയും പ്രചോദനവുമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.